നമസ്കാരം. ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അലയൊലികളും ചർച്ചകളുമാണ് രാജ്യത്തെങ്ങും. അത്ഭുതകരമായിട്ടുള്ള വിജയം BJP NDA നേടിയപ്പോൾ തകർന്നു തരിപ്പണമായത്, മണ്ണടിഞ്ഞത്, ചത്ത കുതിരയായത് രാജ്യത്തെ 70 വർഷത്തിലധികം പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ആണ്. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി എന്ന തട്ടിക്കൂട്ട് മുന്നണി സഖ്യമുണ്ടാക്കി രാജ്യത്തുള്ള ചെറു പാർട്ടികളെ എല്ലാം ചേർത്ത രാഹുൽ ഗാന്ധി വെറും ഒരു കഴിവുകെട്ടവനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ, 2 പതിറ്റാണ്ടുകൾക്കിടയിൽ നയിച്ച തെരഞ്ഞെടുപ്പുകളിൽ 95ാമത് തോൽവിയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ തോൽവിയുടെ കാരണമായി രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നു വോട്ട് ചോരി, SIR, അട്ടിമറി, ഈ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്വം, ഇതൊക്കെ കഴിഞ്ഞ 15 വർഷങ്ങളായി ഇന്ത്യയിലെ ജനങ്ങൾ കേൾക്കുന്നതാണ്. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഹരിയാനയിലെ വോട്ട് ചോരി എന്ന പവർ പോയിന്റ് പ്രസന്റേഷനുമായി രാഹുൽ ഗാന്ധി വന്നത്. എന്നിട്ട് എന്തായി? NDA സഖ്യം അവിടെ 202 സീറ്റ് നേടി വിജയിച്ചു. കോൺഗ്രസ് 6 എന്ന ഒറ്റ സംഖ്യയിൽ ഒതുങ്ങി. കോൺഗ്രസിനേക്കാൾ സീറ്റുണ്ട് CPI MLനും CPIക്കും ചേർന്ന സഖ്യത്തിന്. എന്തൊരു ഗതികേടാണിത്! ഇവിടെ ഏറ്റവും വലിയ ഫാക്ടറായി മാറിയത് കള്ള വോട്ട് തടയാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബീഹാറിൽ SIR നടപ്പാക്കിയപ്പോൾ RJDയും കോൺഗ്രസും അതിനെ നഖശിഖാന്തം എതിർത്തു. എന്നാൽ അവിടുത്തെ സംസ്ഥാന സർക്കാർ പറഞ്ഞത് SIR നടപ്പാക്കണമെന്നാണ്. അതിന്റെ ഫലം ഈ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായി. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കള്ള വോട്ടുകൾ ബീഹാറിൽ നടക്കാതെയായി. യഥാർത്ഥ വോട്ടർമാർക്ക് മാത്രം വോട്ടവകാശം ലഭിച്ചു. യഥാർത്ഥ വോട്ടർമാരെ ചേർത്തുകൊണ്ടുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. ആർക്കും തർക്കമുണ്ടായില്ല. അങ്ങനെ വോട്ടിംഗ് നടന്നു. ഫലപ്രഖ്യാപനം വന്ന് വലിയ തോൽവി ഏറ്റുവാങ്ങിയപ്പോഴാണ് കോൺഗ്രസിന് ബോധോദയം ഉണ്ടായത്. ഇത് വോട്ട് ചോരിയാണ്, ഇത് SIRന്റെ കളിയാണ്, ഇത് വോട്ട് വെട്ടിമാറ്റിയതിന് മൂലം ഉണ്ടായതാണ്. എന്നാൽ RJD അത്തരം ഒരു പ്രതികരണം പരസ്യമായി നടത്തിയില്ലെന്നാണ് എന്റെ അറിവ്. എന്തായാലും ഈ വോട്ട് ചോരിയും ഈ SIRഉം ഇനി കോൺഗ്രസിനെ ജീവിതകാലം വേട്ടയാടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വിജയാഹ്ലാദ പ്രകടനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച നരേന്ദ്രമോദി പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസക്തമാണ്. കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി പാർട്ടിയായി മാറിയിരിക്കുന്നു, MMC ആയി മാറിയിരിക്കുന്നു. കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ല. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. കോൺഗ്രസിന് ഇനി ഭാവിയില്ല. അധികം വൈകാതെ കോൺഗ്രസ് പിളരും. ഇതായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രവചനം. എന്തിനെ ഉദ്ദേശിച്ചാണ് മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടി എന്ന് നരേന്ദ്രമോദി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത്? ഇത്തരമൊരു ആരോപണം ഇതിനു മുൻപ് നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. അതായത് SIR ഞങ്ങൾ നടപ്പാക്കും, അത് പശ്ചിമ ബംഗാൾ വഴി കേരളത്തിലേക്ക് എത്തും. കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നതും കോൺഗ്രസിനെ ഭരിക്കുന്നതും മുസ്ലിം ലീഗാണ്. അടുത്തൊരു തവണ കൂടി കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും കേരളത്തെ ഭരിക്കുക. ഞങ്ങൾ 2026 കേരളം ഭരിക്കുമെന്ന് ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് KM ഷാജി പറഞ്ഞിരുന്നു. ആ പറഞ്ഞ പ്രസ്താവന അന്ന് വിവാദവുമായിരുന്നു. അത് സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ ചെവിയിലും എത്തിയിരിക്കാം. ഇത് ചേർത്ത് വെച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഏറ്റവും ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യയിലെ കോൺഗ്രസ്. ആ കോൺഗ്രസിന് സ്വന്തമായ ഒരു അസ്തിത്വമില്ല, ആ കോൺഗ്രസിന് സ്വന്തമായ ഒരു നിലപാടില്ല, ആ കോൺഗ്രസിന് സ്വന്തമായ ഒരു നയമില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞത് മറ്റൊന്നും ചിന്തിച്ചല്ല. ഈ കേരളത്തിലടക്കം കോൺഗ്രസിനെ മുസ്ലിം ലീഗ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. ലീഗിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. കേരളത്തിൽ ലീഗിന്റെ വാക്കിന് തൊട്ടപ്പുറത്തേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയില്ല. വരുന്ന തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും അവസ്ഥ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് പാർട്ടി ആയിരിക്കുന്നു. SIR വന്നാൽ കേരളത്തിൽ നഷ്ടപ്പെടാൻ പോകുന്നത് കോൺഗ്രസിനും UDFനുമാണ്. കേരളത്തിൽ 50 ലക്ഷത്തിലധികം അനധികൃത വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരികയാണ്. 50 ലക്ഷത്തിലധികം ആധാറുകൾ വ്യാജമായി ഉണ്ടാക്കി. അപ്പോൾ കേരളത്തിൽ SIR വരുമ്പോൾ ഈ കള്ള വോട്ടുകളെല്ലാം വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യും. അത് മലബാർ മേഖലയിലായിരിക്കാം, വയനാട്ടിലായിരിക്കാം, കാസർഗോഡായിരിക്കാം, കോഴിക്കോടായിരിക്കാം. ആ വോട്ടുകൾക്ക് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമ്പോൾ
പരാജയം ഉറപ്പിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെതായിരിക്കും, കേരളത്തിലെ UDF-ന്റേതായിരിക്കും. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ആ തുടക്കത്തിനൊടുവിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും യഥാർത്ഥ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ വോട്ടിംഗ് നടക്കുമ്പോൾ സമ്പൂർണമായ വിജയം NDA-യുടേതായിരിക്കുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്.